ഗുഡ് മോർണിംഗ് എവറി വൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു. ഹാപ്പി ട്യൂസ്ഡേ. ഇന്ന് ഇപ്പൊ ഞാനിങ്ങ് പോന്നപ്പോ ഞാൻ ഓർത്തു ഞാൻ ഇന്ന് എന്താ സംസാരിക്കണ്ടേന്ന്. അപ്പൊ ഞാൻ ഓർത്തു എനിക്ക് വന്ന ഒരു പല ക്വസ്റ്റ്യനില് ഞാൻ എപ്പോഴും റിട്ടയർമെന്റ് ഫോക്കസ് ആണ് ഞാൻ പറയാറുള്ളത്. അപ്പൊ ഞാൻ ഓർത്തു നമുക്ക് ഈ ബിസിനസ് റിട്ടയർമെന്റ് നമ്മുടെ ഇപ്പൊ ഫുൾ ടൈം ജോലി കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? Can I run this business while I traveling? Absolutely. കാരണം ഇത് ഡിജിറ്റൽ ബിസിനസ് ആണ്, ഇത് ഓൺലൈനിലാണ്. നമുക്കിതിനൊരു ഫിസിക്കൽ ലൊക്കേഷൻ ഇല്ല, അതുപോലെ തന്നെ നമുക്ക് ഇൻവെന്ററി ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും ഇരുന്ന് റൺ ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് വേണ്ടത് ഇപ്പം നമ്മുടെ ഫോണ് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ്, അതും നമുക്ക് ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നമുക്കിത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമ്മുടെ സൗകര്യം അനുസരിച്ച് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് മീറ്റിംഗ്സ് ഉണ്ട്, സൂം മീറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് നമുക്കത് അറ്റൻഡ് ചെയ്യാവുന്നതാണല്ലോ. ഇതിൽ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ്, ഇതിലെ ട്രെയിനിങ് മുഴുവനും വീഡിയോ ബേസ്ഡ് ട്രെയിനിങ് ആണ്. അതുപോലെ നമുക്ക് സൂം മീറ്റിംഗ് ഓൾമോസ്റ്റ് ഡെയിലി പല കാര്യങ്ങളെക്കുറിച്ചുള്ള സൂം മീറ്റിംഗ്സ് ഉണ്ട്. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മുഴുവനും വാട്സാപ്പ് വഴിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെ വേണമെങ്കിലും ഇരുന്ന് റൺ ചെയ്യാവുന്നതാണ്. പിന്നെ അത് തന്നെയല്ല, നമുക്കിതിന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമുക്കിതിന് 4 hours അല്ലെങ്കിൽ 8 hours ഒന്നും സ്പെൻഡ് ചെയ്യുന്നതിന്റെ കാര്യമില്ല. കാരണം ഇത് 90% ഓട്ടോമേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാവുന്നതാണ്. അത് വലിയൊരു ബെനിഫിറ്റ് ആണ്. കാരണം ഇപ്പൊ നമുക്ക് അടുത്ത 2 ദിവസം ബിസി ആണെങ്കിൽ നമുക്ക് ആ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം 80 to 90% ഓട്ടോമേഷൻ ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഫീഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫീഡ് ചെയ്താൽ കഴിഞ്ഞു. അതിന് നമുക്ക് നമ്മുടെ പോക്കറ്റ്സ് ഓഫ് ടൈം ഉപയോഗിച്ചാൽ മാത്രം മതി. അത് നമ്മൾ ഇപ്പോൾ ഒരു വെക്കേഷൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിലൊന്നും നമ്മളെ അത് അത്രമാത്രം അങ്ങ് അഫക്റ്റ് ചെയ്യത്തില്ല അതൊന്നും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് നമ്മുടെ ഓൺ സ്കെഡ്യൂളാണ്. നമുക്ക് ഇതിനൊരു സെറ്റ് ടൈം ഇല്ല. നമ്മുടെ സമയം അനുസരിച്ച് രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയിലോ എപ്പോഴാണ് നമ്മുടെ സമയം എന്നനുസരിച്ച് നമ്മൾ ഡെയിലി ഒരു 1 to 2 hours സ്പെൻഡ് ചെയ്താൽ നമുക്കിത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ 2 hours എന്ന് പറഞ്ഞത്, നമ്മളിപ്പോ ഒരു ബിഗിനർ ആണെങ്കിൽ, നമ്മളിപ്പോ ഈ ബിസിനസിന്റെ തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്തിരി സമയം സ്പെൻഡ് ചെയ്യണം. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഈ ബിസിനസ് റൺ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഡെയിലി 30 minutes to an hour നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അങ്ങ് പഠിക്കൂലേ. അപ്പൊ നമുക്ക് അത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് 30 minutes to an hour നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഓൺലൈൻ ഡിജിറ്റൽ ബിസിനസ് ആണ്. ഇത് നമ്മൾ എവിടെ പോകുന്നോ നമ്മുടെ കൂടെ പോരുന്നു, അത്രയേ ഉള്ളൂ. റിട്ടയർ നമ്മുടെ ഫുൾ ടൈം ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അല്ല, നിങ്ങൾക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക്, മക്കൾക്ക് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, എന്റെ പേഴ്സണൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ഇത് തന്നെ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. കാരണം എനിക്ക് നാട്ടിൽ പോയി നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട്, അന്നേരമൊക്കെ ഇത് എന്റെ കൂടെ പോരും. എനിക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എനിക്കങ്ങനെ ഒത്തിരി സമയമൊന്നും അപ്പം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും ഡ്രീം ചെയ്യുന്നതാണ് നാട്ടിൽ പോയി 3-4 മാസം നിൽക്കുക. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതും അതോടൊപ്പം തന്നെ റൺ ചെയ്യാന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എനിക്ക് 4 weeks, ഓൾമോസ്റ്റ് 4 weeks വെക്കേഷനേ ഉണ്ടായിരുന്നുള്ളൂ. അത് എത്ര പെട്ടെന്നാ പോയെന്നറിയാമോ? പെട്ടെന്ന് പോയി. പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെയൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻകം ആയി. നമുക്ക് നാട്ടിൽ പോയി നിൽക്കേണ്ട സമയത്ത് നാട്ടിൽ പോയി നിൽക്കുകയും ചെയ്യാം, ട്രാവൽ ചെയ്യേണ്ട സമയത്ത് ട്രാവൽ ചെയ്യുകയും ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ ബെനിഫിറ്റും ഇതിനുണ്ട്. എനിവേ 7:32 ആയി. ഞാൻ ചെല്ലട്ടെ, ഞാനിപ്പോൾ എൻ്റെ ഓഫീസിന്റെ മുന്നിലാണ്. ഇനി ഇതേക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ. See you guys later. Bye bye. Have a good day.